മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ആഗ്രഹിച്ചിരുന്ന ആ സന്തോഷ ദിവസം എത്തിയിരിക്കുന്നു. അനന്തവും ലേഖയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ട്രിപ്പിന് പോയിരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കൈയോടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നുണ്ട്. ഇന്നാണ് നിങ്ങൾ കാത്തിരുന്ന ആ സന്തോഷ ദിവസം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുക. അനന്തവും ലേഖയും അവരുടെ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഭാഗ്യം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും എത്രയും പെട്ടെന്ന് ഒരമ്മയും അച്ഛനുമായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷവും ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ ഉറപ്പായിട്ട് നമ്മുടെ അനന്തവും ലേഖയ്ക്കും പറ്റുമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അനന്തൂനും ലേഖയ്ക്കും ജന്മം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അച്ഛനും അമ്മമാർ തന്നെയായിട്ട് മാറും. കൂടുതൽ നേരം അവിടെ നിന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ അനന്തവും ലേഖയും അങ്ങ് പോകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലെ ആ ഒരു സന്തോഷ നിമിഷം ആഘോഷിക്കാൻ തുടക്കം കുറിക്കുന്നുണ്ട്. ആദ്യ രാത്രിയിലെ എല്ലാ ചടങ്ങുകളും അതുപോലെ തന്നെ അവരാഘോഷിക്കുന്ന സമയത്ത് പാൽ ഗ്ലാസ് പരസ്പരം കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ മേഘനാണെങ്കിൽ കള്ള് കുടിച്ച് ലക്കില്ലാണ്ട് ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അയാൾക്കൊരു റൂം കൊടുത്തത് തന്നെ അബദ്ധമായെന്ന് ഹോട്ടൽ ജീവനക്കാർ കണക്കാക്കുന്ന ആ സമയത്താണ് ഒരു ബോധവും വെളിവും ഇല്ലാതെ മേഘൻ വീണു വീണിട്ട് കയറി വരുന്നത് കാണുന്നത്. അപ്പോൾ എന്തായാലും അയാളെ പിടിച്ച് റൂമിലേക്ക് എത്തിക്കണോ എന്ന് ചോദിക്കുമ്പം നമ്മളായിട്ട് ഇനി പിടിക്കാനും വിളിക്കാനൊന്നും പോകണ്ട. ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അയാൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യം പറയാൻ ചാൻസ് ഉണ്ട്. ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ റൂം മാറി ആരെങ്കിലും റൂമിൽ കയറുമെന്നാ പേടി എന്ന് അയാൾ പറയുന്ന സമയത്ത് എന്തായാലും നമുക്ക് നോക്കാം. നാളെ കാലത്ത് നേരം വെളുക്കുന്ന ആ സമയത്ത് തന്നെ ഇയാളെ ഈ ഹോട്ടലിൽ നിന്ന് അടിച്ചിറക്കി കളഞ്ഞിരിക്കണം എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേഘനാണെങ്കിൽ ആടി അലഞ്ഞും വന്ന് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കിടക്കുന്ന ആ റൂമിൻ്റെ ഡോറാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും മേഘൻ കാണുമെങ്കിലും കള്ള് കുടിച്ച് ലക്കില്ലാണ്ട് നിൽക്കുന്ന മേഘന് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എങ്കിലും മേഘനാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയാണ് കണ്ടതെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്നാൽ തീർത്തും അങ്ങനെ പറയാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിലേക്ക് എത്തും. കണ്ണനും മഹാലക്ഷ്മിയും ആ രാത്രി തന്നെ മിക്കവാറും അനന്തുവിൻ്റെയും ലേഖയുടെയും റൂമിലേക്ക് ചെന്ന് അവിടെയായിരിക്കും കിടക്കുന്നത്. മാത്രമല്ല മേഘൻ ഈ ഹോട്ടലിൽ തന്നെ നമ്മുടെ പിന്നാലെ വന്നിട്ടുണ്ടെന്ന് കണ്ണനും മഹാലക്ഷ്മി അനന്തുവിനോടും ലേഖയോടും പറയുന്ന ആ നിമിഷം മിക്കവാറും മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അതായത് മേഘൻ പിന്നാലെ വന്നു എന്നുള്ള രൂപത്തിനായിരിക്കും അവർ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും കയ്യിൽ പെടാതെ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ച് മൂന്നാറിലേക്ക് ഒളിച്ച് താമസിക്കാൻ വേണ്ടി വന്നതാണ് മേഘൻ. ശരിക്കും മൂന്നാറാണ് കണ്ണനും മഹാലക്ഷ്മിയും ട്രിപ്പ് പോയേക്കെന്നുള്ള കാര്യം അറിയാമെങ്കിലും അവരുടെ പിന്നാലെ ഒന്നും ചെന്നതല്ല. പക്ഷേ സാഹചര്യം കൊണ്ട് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ എത്തിപ്പെടുന്ന സമയത്ത് മാർക്കോയെയും കൂടി അനന്തവും ലേഖയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി മേഘനുള്ളൊരു ശിക്ഷ കണക്കിന് കൊടുക്കുന്ന ആ സമയം എന്തായാലും മേഘൻ്റെ അഹങ്കാരം കുറയും. ഇത്രയും നാൾ മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് സന്തോഷിച്ച മുത്തശ്ശിക്ക് തൻ്റെ മകളുടെ, അതായത് കൊച്ചുമകളുടെ ജീവിതം നാശത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വെപ്രാളത്തിലാണ്. പ്രതാപനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. മാത്രമല്ല തൻ്റെ മകൾക്ക് കിട്ടാത്ത ഒരു ദാമ്പത്യ ജീവിതവും തൻ്റെ മകൾക്ക് കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ മഹാലക്ഷ്മിക്ക് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശിയും അയാളെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. പലതവണ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. പക്ഷേ തൻ്റെ മകൾക്ക് ഇനിയൊരു സന്തോഷം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കണ്ണനോ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും ഒരു പതർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂന്നറിയാം. ഇപ്പോൾ അവർ മൂന്നാർ ട്രിപ്പ് പോയതിൻ്റെ എല്ലാ ദേഷ്യവും ഉണ്ണിയോട് പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ പേര് എന്തായാലും ഇനി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വീട്ടിലെ ഒരു വേലക്കാരിയായിട്ട് താൻ ഇനി അങ്ങോട്ടേക്ക് പോകില്ല എന്ന് വാശി പിടിക്കുമ്പോൾ കരുണയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്നെങ്കിലും ഉള്ളിൽ പേടിയുണ്ട്. കരുണമോളുടെ ജീവിതം ഇതിനെ തുടർന്ന് താളം തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. എന്തായാലും മോഹിനിയമ്മ അവരുടെ ആ ഒരു സപ്പോർട്ടിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കരുണമോളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും കാരണക്കാർ നിങ്ങൾ രണ്ടുപേരുമാണ്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് പകരം അവളെ വാശി കയറ്റി വീട്ടിൽ പിടിച്ചു നിർത്തുമ്പോൾ ഒന്നോർക്കണം, അത് നമ്മുടെ മോളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നതെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് അത്ര വേവലാതി ഉണ്ടായിരുന്നെങ്കിൽ നീ നിൻ്റെ മോളെയും മരുമോനെയും നിലയ്ക്ക് നിർത്തണമായിരുന്നു. എൻ്റെ മോൾക്ക് കിട്ടാത്ത ട്രിപ്പും സുഖ സൗകര്യങ്ങളും എല്ലാം അവളുടെ മുമ്പിൽ വെച്ച് ആളാവാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. മൂന്നാറിൽ ആ വീൽ ചെയറിലിരിക്കുന്ന അവനെയും കൊണ്ട് ട്രിപ്പിന് പോയില്ലെങ്കിൽ അവൾക്ക് എന്തെങ്ങാണ്ട് ഇപ്പം സംഭവിക്കും. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും.
നിങ്ങളെപ്പോലുള്ള ദുഷിച്ച മനസ്സല്ല എൻ്റെ മോൾക്കും മരുമോനും ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല എന്നും പറഞ്ഞ് മോഹിനിയമ്മ പോകുമ്പോഴത്തേക്കും മുത്തശ്ശിയും പ്രതാപനും ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രതാപനെ മേഘൻ വിളിക്കുന്നുണ്ട്. കള്ള് കുടിച്ച് ലക്ക് കേട്ട് റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടു എന്നും റൂം മാറി കയറിയത് അവരുടെ റൂമിലേക്കാണെന്നും കണ്ണന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അവന് നമ്മളെപ്പോലെയൊക്കെ തന്നെ നടക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന സമയത്ത് നീ കള്ള് കുടിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, നിനക്ക് ചിലപ്പോൾ തോന്നിയതാകുമെന്ന് പ്രതാപൻ പറയുന്ന സമയത്ത് മേഘൻ തറപ്പിച്ച് പറയുന്നു കണ്ണന് നടക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുമ്പം മുത്തശ്ശിക്കും അതിൽ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. പതിവില്ലാതെ ഇപ്പോൾ അവൾ ട്രിപ്പിന് പോയത് ഇനി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി കണ്ണന് വല്ല മാറ്റവും സംഭവിച്ചതിന് ശേഷമായിരിക്കുമോ എന്നുള്ളൊരു സംശയ നിഴലിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാത്തിരിക്കാൻ എന്താകുമെന്ന്.